ഇനി നമ്മൾ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ് നോക്കുന്നത്. എക്സ് ഈക്വൽ ടു 10, എക്സ് പ്ലസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 ആണ്. അപ്പോൾ 13 ആണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. എക്സ് ഈക്വൽ ടു 13 ഉണ്ടോ? എക്സ് ഈക്വൽ ടു 13 ആണ് കിട്ടേണ്ടത്. അപ്പം ഇവിടെ എക്സ് ഈക്വൽ ടു 10 എക്സ് പ്ലസ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 10 പ്ലസ് 3 ആണ്. ഇനി ഇവിടെ മൈനസ് ആണെങ്കിലോ മൈനസ് നോക്കാം. 10 മൈനസ് 3 എന്നാണ് കിട്ടേണ്ടത്. 10 മൈനസ് 3 കണ്ടോ, 7 കിട്ടി. ഇനി ഇൻറ്റു ആണെങ്കിലോ 10 ഇൻറ്റു 3 ആണ് കിട്ടേണ്ടത്. 10 ഇൻറ്റു 3 അപ്പോൾ 30. ഇനി ഡിവിഷൻ ആണെങ്കിലോ 10/3 അപ്പോൾ 3.33 ആൻഡ് സോ ഓൺ കിട്ടി. ഇനി 10 ഫ്ലോർ ഡിവൈഡഡ് ബൈ ആണെങ്കിലോ ഫ്ലോർ ഡിവൈഡഡ് ബൈ എന്ന് പറഞ്ഞാൽ 10നെ 3 കൊണ്ട് ഹരിക്കുമ്പോഴുള്ള സിസ്റ്റം 1 കിട്ടേണ്ടത്. നമുക്ക് എത്രയായിട്ട് ഉണ്ടോ? 1 കിട്ടി. ഇനി ഫ്ലോർ ഡിവൈഡില്ല, ഇപ്പോൾ മോഡ്ലെസ് ഡിവൈഡാണ്. ഇത് മോഡ്ലെസ് ഡിവൈഡില്ല. 10നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന സിസ്റ്റം, അതാണ് മോഡ്ലെസ് ഡിവൈഡറാണ് ഇപ്പോൾ ചെയ്തത്. ഇനി ഫ്ലോർ ഡിവൈഡഡ് നോക്കാം. ഇതാണ് ഫ്ലോർ ഡിവൈഡഡ്. 10നെ 3 കൊണ്ട് ഹരിക്കാൻ കിട്ടുന്ന കോഷ്യൻ്റ് ഇൻറ്റിജർ പാർട്ട് 3. ഓക്കെ, നമുക്കങ്ങ് ഒന്നും കൂടെ നോക്കാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തോണിലെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ്. അപ്പോൾ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 10 അതാണ്. ഇനി എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നാണ്. ദെൻ എക്സ് മൈനസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 5 എന്നാണ്. ഇവിടെ ഇൻറ്റു ആണെങ്കിൽ എക്സ് ഇൻറ്റു ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 5. ഇവിടെ വരുന്നത് എക്സ് ഡിവൈഡഡ് ബൈ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ 5. ഇവിടെ എക്സ് മോഡ്ലെസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് മോഡ്ലെസ് ഡിവൈഡ് ബൈ 5. ഇവിടെ എക്സ് ഫ്ലോർ ഡിവൈഡഡ് ബൈ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് ഫ്ലോർ ഡിവൈഡഡ് ബൈ 5 എന്നാണ്. ഇവിടെ എക്സ് എക്സ്പോണൻറ്റ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് എക്സ്പോണൻറ്റ് 5 എന്നാണ്. നമുക്കിത് പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. പൈത്തണിലെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സാണ്. നമുക്ക് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എക്സ് ഈക്വൽ ടു 10. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നാണ്. ഇപ്പോൾ എക്സിന് ആദ്യം 10 ആണുള്ളത്. അപ്പം എക്സ് പ്ലസ് 5ന് 10 പ്ലസ് 5 15 ആണ്. പ്രിൻ്റ് എക്സ് അപ്പോൾ ഈ എക്സിൻ്റെ വാല്യൂവിൽ പ്രിൻ്റ് ചെയ്യുന്നത് 15 ആയിരിക്കും പ്രിൻ്റ് ചെയ്യുക. ഈ എക്സിൻ്റെ വാല്യൂവിൽ എക്സ് ഈക്വൽ ടു 15 എന്നാണ് പ്രിൻ്റ് ചെയ്യുക. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് നോക്കി കഴിയുമ്പോൾ ഇതുണ്ടോ, പ്രിൻ്റ് എക്സ് 15 എന്ന് പ്രിൻ്റ് ചെയ്തു. 15 എന്നാണ് പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി y ഈക്വൽ ടു 15 എന്നാണ് അടുത്തത്. y മൈനസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു y മൈനസ് 5 എന്നാണ്. അപ്പോൾ വൈയുടെ വാല്യൂ 15 ആണ്. അപ്പോൾ y മൈനസ് 15 മൈനസ് 5 10 എന്നാണ്. അപ്പോൾ പ്രിൻ്റ് y അപ്പോൾ 10 എന്നാണ് പ്രിൻ്റ് ചെയ്യുക. ഈ വൈയുടെ വാല്യൂ ഇപ്പോൾ 10 ആണ്. അതിവിടെ പ്രിൻ്റ് ചെയ്തു. y ഈക്വൽ ടു 10 ഇതാണ്. y മൈനസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു y മൈനസ് 5. ഇനി z ഈക്വൽ ടു 20, z ഇൻറ്റു ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ z ഈക്വൽ ടു z ഇൻറ്റു 5 എന്നാണ്. അപ്പോൾ സെഡിൻ്റെ ആദ്യത്തെ വാല്യൂ 20 ആണ്. 20 ഇൻറ്റു 5 100 ആണ്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ 100 ആണ്. കണ്ടോ, പ്രിൻ്റ് z 100 എന്ന് പ്രിൻ്റ് ചെയ്തു. ദെൻ അടുത്ത് a ഈക്വൽ ടു 10, a ഡിവൈഡഡ് ബൈ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ a ഈക്വൽ ടു a ബൈ 4 എന്നാണ്. a ബൈ 4, എയുടെ ഇപ്പോഴത്തെ വാല്യൂ എത്ര? 10 ബൈ 4. 10 ബൈ 4 എത്രയാണ്? 2.5. അപ്പോൾ a ഈക്വൽ ടു എയുടെ വാല്യൂ 2.5 എന്നിവിടെ പ്രിൻ്റ് ചെയ്യും. കണ്ടോ, a ഈക്വൽ ടു 2.5 എന്നാണ് ഇവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി b ഈക്വൽ ടു 11, b മോഡ്ലെസ് ഡിവൈഡഡ് ബൈ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ b ഈക്വൽ ടു b മോഡ്ലെസ് ഡിവൈഡ് ബൈ 4.
എന്നാൽ ബിയുടെ ഇപ്പോഴത്തെ വാല്യൂ 11 ആണ്. 11 മോഡുലസ് ഡിവൈഡ് ബൈ 4. 11നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന റിമൈൻഡർ അത് 3 ആണ്. അപ്പോൾ ബി ഈക്വൽ ടു പ്രിൻറ്റ് ബി ഈക്വൽ ടു 3 എന്ന് പ്രിൻറ്റ് ചെയ്യും. കണ്ടോ, ബി ഈക്വൽ ടു 3 എന്ന് പ്രിൻറ്റ് ചെയ്തു. ദെൻ സി ഈക്വൽ ടു 30 ആണ്. ഇപ്പം സി ഈക്വൽ ടു 30. സി മോഡുലസ് ഡിവൈഡഡ് ബൈ ഈക്വൽ ടു 12 എന്ന് പറഞ്ഞാൽ സി ഈക്വൽ ടു സി മോഡുലസ് ഡിവൈഡ് ബൈ 12. സിയുടെ വാല്യൂ എത്ര? മോഡുലസ് അല്ല, സോറി, ഇത് ഫ്ലോർ ഡിവൈഡഡ് ആണ്. സി ഫ്ലോർ ഡിവൈഡ് ബൈ 12. സി ഫ്ലോർ ഡിവൈഡ് ബൈ 12. സിയുടെ വാല്യൂ എത്ര? 30. 30 ഫ്ലോർ ഡിവൈഡഡ് 12. 30യെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ക്വോഷ്യൻ്റ് എന്നുവെച്ചാൽ ഇൻറ്റിജർ പാർട്ട് അത് 2 ആണ്. അപ്പോൾ പ്രിൻറ്റ് സി ഈക്വൽ ടു 2. ഈ 2 പ്രിൻറ്റ് ചെയ്തു. ദെൻ ഡി ഈക്വൽ ടു 5 ആണ്. ഡി എക്സ്പോണൻറ്റ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ഈക്വൽ ടു ഡി എക്സ്പോണൻറ്റ് 4 എന്നാണ്. അപ്പോൾ 5 റേസ് ടു 4. അപ്പം 5 റേസ് ടു 4 എന്നാണ് വരുന്നത്. അപ്പോൾ 5 റേസ് ടു 4 ദാറ്റ് ഈസ് 5 ഇൻറ്റു 5 ഇൻറ്റു 5 ഇൻറ്റു 5 എന്നാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ 625 ഇതാണ്. 5 റേസ് ടു 4 എന്നാണ്. 5 എക്സ്പോണൻറ്റ് 4 എന്നാണ് വരുന്നത്. ഇവിടെ ഒരു എക്സ്പോണൻസ് കൂടി ഉണ്ട് കേട്ടോ. ഡി എക്സ്പോണൻറ്റ് 4 എന്നാണ്. സോറി, എക്സ്പോണൻറ്റ് 4. എക്സ്പോണൻറ്റ് 4 ദാറ്റ് ഈസ് 5 റേസ് ടു 4. 5 റേസ് ടു 4 എത്ര? 625. അപ്പോൾ പ്രിൻറ്റ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 625 എന്നാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഓർമ്മ വേണം, എക്സിനൊരു വാല്യൂ കൊടുത്തു, 10 എന്ന് കൊടുത്തു. അത് കഴിഞ്ഞ് പ്ലസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 5 എന്നാണ്. മൈനസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു വൈ മൈനസ് 5. ഇൻറ്റു ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ സെഡ് ഈക്വൽ ടു സെഡ് ഇൻറ്റു 5. ഡിവൈഡഡ് ബൈ ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഈക്വൽ ടു എ ഡിവൈഡ് ബൈ 4 അതാണ് വരിക. ഓക്കെ, അത് നിങ്ങൾക്ക് ഓർമ്മ വേണം. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ കോഡ് എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ഒന്ന് പ്ലസ് ഈക്വൽ ടു, മൈനസ് ഈക്വൽ ടു, ഇൻറ്റു ഈക്വൽ ടു, ഡിവൈഡഡ് ബൈ ഈക്വൽ ടു, മോഡുലസ് ഡിവൈഡ് ബൈ ഈക്വൽ ടു, ഫ്ലോർ ഡിവൈഡ് ബൈ ഈക്വൽ ടു, എക്സ്പോണൻറ്റ് ഈക്വൽ ടു. ഇതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഓക്കെ.